आत्मज्ञान को पाने के लिए गुरु का होना ആത്മജ്ഞാനം क्यों आवश्यक है? നേടണമെങ്കിൽ भाई तुम एक छोटा ഒരു सा ഗുരുവിന്റെ गाड़ी ആവശ്യമുണ്ട് सीखने के എന്ന് लिए भी कोई പറയാനുള്ള കാരണം चाहिए, എന്താണ്? गाड़ी चलाना आना हो उसके ഒരു लिए ചെറിയ कोई तो വണ്ടി നമുക്ക് चाहिए कि नहीं। इस तरह से ഓടിക്കണമെങ്കിൽ इतना स्पष्ट ഒരു है, ആളുടെ जो സഹായം दिखता വേണ്ടേ? है उसके लिए ഇല്ലാതെ तुम्हें തനിയെ मार्गदर्शन ഓടിക്കാൻ चाहिए സാധിക്കുമോ? होता है। और जो अदृश्य है, ഇത്രയും अव्यक्त സ്പഷ്ടമായി है, उस കാണുവാൻ मार्ग पर സാധിക്കുന്ന चलने के लिए കാര്യങ്ങൾക്ക് വരെ ഒരു മാർഗദർശിയുടെ गुरु तुमको सीधा ആവശ്യമുണ്ടെങ്കിൽ बिठा देते हैं। അദൃശ്യവും गुरु जी ने कहा വ്യക്തതയും ഇല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒരു മാർഗദർശിയുടെ ആവശ്യം അനിവാര്യമാണ്. पूर्वार्जित संस्कार ഗുരുവാണ് നിങ്ങളെ ആ വഴിയിൽ പിടിച്ച് ഇരുത്തുന്നത്. ഗുരു ഇല്ലെങ്കിൽ ധ്യാനം എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഒറ്റയ്ക്കിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കുമോ? സാധിക്കും. പൂർവജന്മ സംസ്കാരമുള്ളവർക്ക് അവർ കുറേ ജന്മങ്ങളിൽ കൃത്യനിഷ്ഠതയോടുകൂടി സാധനയും ധ്യാനവും കൃത്യമായിട്ട് ചെയ്തു പോന്നിട്ടുണ്ട്. എങ്കിലും അവർക്കും പറയാൻ പറ്റില്ല ഗുരു ഇല്ല എന്ന്. ശ്രീകൃഷ്ണ ഭഗവാന് സന്ദീപനി മഹർഷിയായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? ശിക്ഷയും ദീക്ഷയും കൊടുത്തത് സന്ദീപനി മഹർഷിയായിരുന്നു. എന്നാൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാമായിരുന്നു അദ്ദേഹം ഭഗവാനാണ് എന്ന്. എങ്കിലും കൂടി അദ്ദേഹത്തിന് ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയുടെ ഗുരുവായിരുന്നു വസിഷ്ഠ മഹർഷി. ശ്രീബുദ്ധന് മാത്രം ഗുരു ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഗുരു ഉണ്ടായിരുന്നു എങ്കിൽ ഇത്ര അധികം കഷ്ടപ്പാട് ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. ശ്രീബുദ്ധനും പറയേണ്ടായി അവസാനം, ബുദ്ധം ശരണം ഗച്ഛാമി. അപ്പൊ ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ജീസസ് ക്രൈസ്റ്റ് വരെ ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു ജീസസ് ക്രൈസ്റ്റിന്റെ ഗുരു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജീസസ് ക്രൈസ്റ്റിനെ ശിഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. ഗുരുപരമ്പരയ്ക്ക് അത്രയ്ക്ക് മഹത്വമുണ്ട്. മനുഷ്യരാശിക്ക് മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ പുരാതനമായിട്ടുള്ള വിദ്യയെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതൽക്കെല്ലാം എല്ലാ വിദ്യകളും സിദ്ധികളും എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഗുരുപരമ്പരയെ അത്യധികം ആദരിക്കുന്നുണ്ട്. ഗുരുപരമ്പരയാണ് വരാൻ പോകുന്ന മനുഷ്യരാശികളുടെ മാർഗദർശി.